നമസ്കാരം. ഇന്നിപ്പോൾ കുട്ടികൾ പൊതിച്ചോറ് കഴിക്കാൻ ഒരു മോഹം പറഞ്ഞ ദിവസമാണ് കേട്ടോ. അപ്പോൾ പൊതിച്ചോറിൻ്റെ എല്ലാ റെസിപ്പീസും ഞാൻ മുമ്പൊക്കെ ചെയ്തിട്ടുള്ളതുകൊണ്ട് റെസിപ്പി ആയിട്ട് കാണിക്കണമൊന്നുമില്ല. എന്തൊക്കെയാണെന്നുള്ളത് മാത്രം പറയാം. ഒരു ചെറിയ വീഡിയോ. ഒരു ചെറിയ കഷ്ണം കടുമാങ്ങ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉപ്പിട്ടത്, നാരങ്ങയോ നെല്ലിക്കയോ, അങ്ങനെ ഒരു പിക്കിൾ എന്ന് പറയുന്നത് നിർബന്ധമാണല്ലോ. ഇനിയിപ്പോൾ പൊതിച്ചോറ് ഉണ്ടാക്കണ സമയത്ത് എന്തെങ്കിലും ഒരു കൂട്ടാൻ വേണം. എന്നാൽ ആ കൂട്ടാനൊട്ട് ഒലിക്കാനും പാടില്ല. സാമ്പാറും അല്ലെങ്കിൽ മുര ചൂടാനോ മുളോശിയോ ഒന്നും വെച്ചിട്ട് നമുക്ക് ഇല പൊതിഞ്ഞെടുക്കാൻ വേണ്ടി പറ്റില്ല. അപ്പൊ ഡ്രൈ ആയിട്ടുള്ളത് അവിയലായതുകൊണ്ട് തന്നെ എപ്പോഴും ഉണ്ടാക്കാൻ മിക്സഡ് അവിയൽ അല്ലെങ്കിൽ പച്ച പപ്പായ കൊണ്ടുള്ള അവിയലാണ്. അപ്പൊ ഇന്ന് ചെറുതായിട്ടൊന്ന് മാറ്റി ബീട്രൂട്ട് കൊണ്ടുള്ള നല്ല അസലൊരു അവിയലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതൊട്ടും വെള്ളമില്ലാതെ എടുത്തിട്ടുള്ളതാണ്. ഈ വെജിറ്റേറിയൻ പൊതിച്ചോറ് കാണാൻ വേണ്ടിയിട്ട് പലർക്കും ഇഷ്ടമായിരിക്കും. കാരണം എന്താ വെച്ചാൽ ഓംലെറ്റ് ഉണ്ടാവില്ലല്ലോ. ഇപ്പൊ ഞങ്ങൾ എഗ്ഗൊന്നും കഴിക്കാത്തതുകൊണ്ട് ഓംലെറ്റ് എന്തായാലും ഉണ്ടാവില്ല. അപ്പൊ ശരിക്കും പറഞ്ഞാലേ ഈ പൊതിച്ചോറിൽ ഓംലെറ്റ് വേണം എന്നുള്ള നിർബന്ധമൊക്കെ എനിക്ക് തോന്നുന്നു യൂട്യൂബ് ഷോർട്സ് കാണാൻ തുടങ്ങിയതിന് ശേഷമാണ് ഉണ്ടായിട്ടുണ്ടാവുക. പണ്ടൊക്കെ പൊതിച്ചോറ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ചമ്മന്തിയും ഒരു അച്ചാറും കൂട്ടിയിട്ട് അങ്ങോട്ട് പൊതിഞ്ഞ് വെക്കുക എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഇപ്പോ യൂട്യൂബ് ഷോർട്സിലൊക്കെ ഈ പൊതിച്ചോറ് ട്രെൻഡിങ് ആയതിനു ശേഷം നമുക്ക് പല നിർബന്ധങ്ങളുമാണ്. ഇന്നതുണ്ടെങ്കിൽ മാത്രമാണ് പൊതിച്ചോറ് ആവുള്ളൂ എന്നുള്ളൊരു കൺസെപ്റ്റാണ്. അങ്ങനെ വഴുതനങ്ങ വറുത്തതും കൂടി ഉണ്ട് കേട്ടോ. അപ്പൊ വഴുതനങ്ങ എന്തുകൊണ്ടാണ് ഇത്രയും ഒരുപാട് വെക്കണമെന്ന് തോന്നരുത്. അത് മോളുടെ പൊതിയാണ് പ്രത്യേകം പറഞ്ഞിട്ടുള്ളത്. വഴുതനങ്ങ ഫ്രൈ ഒരുപാട് വേണം എന്നാണ്. അതുകൊണ്ട് തന്നെ കുറച്ചധികം വഴുതനങ്ങ വറുത്തതും വെച്ചിട്ടുണ്ട്. ഇനി ചമ്മന്തി എന്തായാലും ഒഴിവാക്കാൻ പറ്റില്ല കേട്ടോ. അപ്പൊ ഞാൻ എന്താ ഒരു ഉണ്ട ചമ്മന്തി വെക്കുന്നുണ്ട്. ഈ ചമ്മന്തിയുടെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇഞ്ചിയാണ് അധികമായിട്ട് ഉണ്ടാവുക. എൻ്റെ ചമ്മന്തിയിൽ ഇഞ്ചിയും കറിവേപ്പിലയും കുറച്ച് അധികമായിരിക്കും. അപ്പോൾ ഒരു വ്യത്യസ്ത സ്വാദമാണ് കേട്ടോ. അപ്പോൾ ചെറിയ വിഭവങ്ങളാണെങ്കിലും നല്ല സ്വാദുള്ള ഒരു പൊതിച്ചോറാണ്. ഇത് അങ്ങോട്ട് പൊതിഞ്ഞ് വെച്ചിട്ട് ഒരു 3-4 മണിക്കൂറിന് ശേഷം തുറന്ന് കഴിക്കുമ്പോൾ എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ഉണ്ടാവും. അതൊരു വേറെ സ്വാദ് തന്നെയാണ്.